ഇത് ക്ലിക്കർ. ഒച്ച കേൾക്കാവോ? ഇത് യൂസ് ചെയ്താണ് ഞാൻ എൻ്റെ ഡോഗ്സിനെ കൊച്ചിലെ മുതലേ ട്രെയിൻ ചെയ്തത്. മെയിൻലി ആംബറിനെ ട്രെയിൻ ചെയ്തത് ക്ലിക്കർ യൂസ് ചെയ്തതാണ്. ജൂഡിയുടെ അടുത്ത് ഒരു വശവും നടന്നിട്ടില്ല. ആർച്ചിയുടെ അടുത്ത് പിന്നെ അവരെന്നോട് പോയി പണി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഞാനിത് വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. ആംബറിനെ കൊണ്ട് ഞാൻ ചില ഇത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ക്ലിക്കർ നമ്മൾ പ്രസ് ചെയ്തിട്ട് അതിനെ ട്രീറ്റുമായിട്ടാണ് ഡോഗ്സ് റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് ഏതൊരു കാര്യം ചെയ്യാനായിട്ട് പറഞ്ഞാലും അവർക്ക് ഈ നോയ്സ് കേൾക്കുമ്പം ട്രീറ്റ് കിട്ടും എന്നറിയാം. അതുകൊണ്ട് അവർ നമ്മൾ പറയുന്ന കമാൻഡ് അവർ അനുസരിക്കും. അതാണ് ആ മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ലാബ്രഡോർസ് നോർമലിയും ഫുഡ് ഡ്രിവൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ഫുഡ് കൊടുത്താലും അവർ എന്ത് ചോദിച്ചാലും അവർ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആംബറിനെ കാണിച്ചു തരാം. ഞാൻ ആംബർ അങ്ങനെ സെറ്റ് അപ്പ് സെറ്റ്. ഗുഡ് ഗേൾ ആംബി, ഗുഡ് ഗേൾ. ആംബറിന് ഇതറിയാം. കാരണം അവൾക്ക് ബിസ്ക്കറ്റ് കിട്ടുന്നതുകൊണ്ട് അവൾ വെറുതെ ഇരിക്കുന്നതാണ്. അവൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് അവൾക്ക് കറക്റ്റ് അറിയാം. അവൾക്കറിയാം ഇത് ചെയ്തിട്ടാണ് അവൾക്ക് ബിസ്ക്കറ്റ് കിട്ടുന്നതെന്നുള്ള കാര്യം. ഗിമിഷയ്ക്കാൻ ഷേക്ക് ഹാൻഡ് തന്നു കഴിഞ്ഞ് ഉടനെയാണ് അത് ക്ലിക്ക് ചെയ്യേണ്ടതും അവർക്ക് ട്രീറ്റ് കൊടുക്കേണ്ടതും. അന്നേരമേ അവർക്ക് ആ ഒരു റിലേഷൻ അവർക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഈ സൗണ്ട് കേട്ടാൽ അവർക്ക് ട്രീറ്റ് കിട്ടും എന്നുള്ളത്. അപ്പോൾ അവർ പക്ഷേ നമ്മൾ ഹാൻഡ് ഷേക്ക് തന്നു കഴിഞ്ഞിട്ടേ അവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കാവൂ. ഹൈഫൈ. ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. ആംബറിന് ഇതൊക്കെ ഞാൻ കുഞ്ഞിലെ പഠിപ്പിച്ചതുകൊണ്ട് ആംബർ ചെയ്യും. സെറ്റ്. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ജൂഡ ബിസ്ക്കറ്റ് മാത്രം എടുത്തുകൊണ്ട് ഓടും. ആർച്ചി. അപ്പോൾ ആദ്യമായിട്ട് ഡോഗ്സിനെ ഒക്കെ വാങ്ങിച്ച് പപ്പിയായിട്ടൊക്കെ വാങ്ങിക്കുന്നവർക്ക് ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.